ഫ്രണ്ട്സ്, കാൻഡി ക്വിസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. തലതിരിച്ചുള്ള ഒരു കിടിലൻ ഓപ്പോസിറ്റ് വേർഡ് ചലഞ്ചിൽ തലച്ചോറിന് പണി കൊടുക്കാൻ എല്ലാവരും റെഡിയാണോ? നിങ്ങൾക്ക് വെറും 10 സെക്കൻഡ്സ് മാത്രമാണുള്ളത്. ആവേശം ഇരട്ടിപ്പിക്കുന്ന കളി ഇപ്പോൾ തന്നെ തുടങ്ങാം. നമ്പർ 1. ആദ്യത്തെ ചോദ്യം ഇതാ. ഫാസ്റ്റ് എന്നതിന്റെ ഏറ്റവും കൃത്യമായ എതിർപദം എന്താണ്? തകർത്തു. ഫാസ്റ്റ് എന്നതിന്റെ എതിർപദം സ്ലോ ആണ്. നമ്പർ 2. അടുത്തത് സ്ക്രീനിൽ എത്തിക്കഴിഞ്ഞു. ഡേ എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അടിപൊളി. ഡേ എന്നതിന്റെ ഓപ്പോസിറ്റ് നൈറ്റ് ആണ്. നമ്പർ 3. ഇതൊന്ന് നോക്കൂ. ഹാപ്പി എന്നതിന്റെ പൂർണ്ണമായ ഓപ്പോസിറ്റ് എന്താണ്? കൃത്യമാണ്. ഹാപ്പി എന്നതിന്റെ ഓപ്പോസിറ്റ് സാഡ് ആണ്. നമ്പർ 4. പിന്നോട്ട് ചിന്തിക്കേണ്ട സമയമായി. അപ്പ് എന്നതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? പെർഫെക്റ്റ്. അപ്പ് എന്നതിന്റെ ഓപ്പോസിറ്റ് ഡൗൺ ആണ്. നമ്പർ 5. അഞ്ചാമത്തെ റൗണ്ട് ഇതാ. ബിഗ് എന്നതിന്റെ എതിർപദം എന്തായിരിക്കും? ബ്രില്യന്റ്. ബിഗ് എന്നതിന്റെ ഓപ്പോസിറ്റ് സ്മോൾ ആണ്. ഈ കളി ഉഷാറായില്ലേ? ഉടൻ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് തൊട്ട് കാൻഡി ക്വിസ് കുടുംബത്തിന്റെ ഭാഗമാകൂ. നമുക്ക് കളി തുടരാം. നമ്പർ 6. എനർജി ഒട്ടും കുറയരുത്. വെറ്റ് എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? വളരെ മികച്ചത്. വെറ്റ് എന്നതിന്റെ ഓപ്പോസിറ്റ് ഡ്രൈ ആണ്. നമ്പർ 7. തലച്ചോറിന് കുറച്ച് ജോലി കൊടുക്കൂ. ഇൻ എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫാന്റാസ്റ്റിക്. ഇൻ എന്നതിന്റെ ഓപ്പോസിറ്റ് ഔട്ട് എന്നാണ്. നമ്പർ 8. 10 സെക്കൻഡ്സ് മാത്രം. ഹോട്ട് എന്ന വാക്കിനെ എങ്ങനെ മാറ്റിമറിക്കാം? അത് തന്നെ. ഹോട്ട് എന്നതിന്റെ ഓപ്പോസിറ്റ് കോൾഡ് ആണ്. നമ്പർ 9. പെട്ടെന്ന് ചിന്തിക്കൂ. ലെഫ്റ്റ് എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കിട്ടിയല്ലോ. ലെഫ്റ്റിന്റെ ഓപ്പോസിറ്റ് റൈറ്റ് എന്നാണ്. നമ്പർ 10. നമ്മൾ വളരെ സ്പീഡിലാണ് പോകുന്നത്. സ്റ്റാർട്ട് എന്നതിന്റെ എതിർപദം ഏതാണ്? നിങ്ങൾ അത് കണ്ടുപിടിച്ചല്ലോ. സ്റ്റാർട്ട് എന്നതിന്റെ എതിർപദം സ്റ്റോപ്പ് എന്നാണ്. നമ്പർ 11. അടുത്ത സെറ്റിലേക്ക് പോകാം. സോഫ്റ്റ് എന്നതിന്റെ ഓപ്പോസിറ്റ് വാക്ക് എന്താണ്? എക്സലന്റ്. സോഫ്റ്റ് എന്നതിന്റെ ഓപ്പോസിറ്റ് ഹാർഡ് എന്നാണ്. നമ്പർ 12. ശ്രദ്ധ ഒട്ടും മാറരുത്. ബ്ലാക്ക് എന്നതിന്റെ വിപരീത പദം ഏതാണ്? മനോഹരം. ബ്ലാക്കിന്റെ ഓപ്പോസിറ്റ് വൈറ്റ് എന്നാണ്. നമ്പർ 13. വളരെ സൂക്ഷിച്ചു നോക്കൂ. ഹെവി എന്നതിന്റെ ഓപ്പോസിറ്റ് മനസ്സിലായോ? വളരെ നല്ലത്. ഹെവി എന്നതിന്റെ ഓപ്പോസിറ്റ് ലൈറ്റ് എന്നാണ്. നമ്പർ 14. ടൈമർ തീരാറായി. ഫ്രണ്ട് എന്നതിന്റെ ഓപ്പോസിറ്റ് വേഗം പറയൂ. വീണ്ടും കറക്റ്റ്. ഫ്രണ്ട് എന്നതിന്റെ ഓപ്പോസിറ്റ് ബാക്ക് എന്നാണ്. നിങ്ങൾ പൊളിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള കിടിലൻ ഗെയിമുകൾക്കായി ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കൂ. നമുക്ക് ഫിനിഷിംഗിലേക്ക് പോകാം. നമ്പർ 15. കളിയുടെ പാതി വഴിയിലെത്തി. ബോയ് എന്നതിന്റെ കൃത്യമായ ഓപ്പോസിറ്റ് എന്താണ്? ബോയ് എന്നതിന്റെ ഓപ്പോസിറ്റ് ഗേൾ എന്നാണ്. നമ്പർ 16. രണ്ടാം പകുതിയിലേക്ക് സ്വാഗതം. എംപ്റ്റി എന്നതിന്റെ എതിർപദം എന്താണ്? വിസ്മയകരം. എംപ്റ്റി എന്നതിന്റെ എതിർപദം ഫുൾ എന്നാണ്. നമ്പർ 17. ഇമോജികൾ ശ്രദ്ധിക്കൂ. ചീപ്പ് എന്നതിന്റെ കൃത്യമായ ഓപ്പോസിറ്റ് ഏതാണ്?
വളരെ മനോഹരമായി ചെയ്തു. ചീപ്പ് എന്നതിന്റെ ഓപ്പോസിറ്റ് എക്സ്പെൻസീവ് എന്നാണ്. നമ്പർ 18. ഇതൊന്ന് മാറ്റി മറിച്ച് നോക്കൂ. ലാഫ് എന്നതിന്റെ എതിർപദം എന്താണ്? വൗ, ഓപ്പോസിറ്റ് ക്രൈ എന്നാണ്. നമ്പർ 19. സമയം വേഗത്തിൽ ഓടുന്നു. ഫ്ലോട്ട് എന്നതിന്റെ എതിർപദം എന്താണ്? വൗ, ഫ്ലോട്ട് എന്നതിന്റെ എതിർപദം സിങ്ക് എന്നാണ്. നമ്പർ 20. സമയം വേഗത്തിൽ ഓടുന്നു. പുഷ് എന്നതിന് ചേരുന്ന എതിർപദം ഏതാണ്? കൃത്യമാണ്. പുഷിന്റെ ഓപ്പോസിറ്റ് പുൾ ആണ്. നമ്പർ 21. മറ്റൊരു പസിൽ കൂടി ഇതാ. സ്ലീപ്പ് എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് കണ്ടെത്താമോ? അതിഗംഭീരം. സ്ലീപ്പ് എന്നതിന്റെ ഓപ്പോസിറ്റ് അവേക്ക് എന്നാണ്. നമ്പർ 22. വിജയക്കുതിപ്പ് തുടരുകയാണ്. സ്മൂത്ത് എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സൂപ്പർ. സ്മൂത്തിന്റെ ഓപ്പോസിറ്റ് റഫ് ആണ്. നമ്പർ 23. ശ്രദ്ധ തെറ്റിക്കരുത്. തിക്ക് എന്നതിന്റെ എതിർപദം പെട്ടെന്ന് പറയൂ. പെർഫെക്റ്റ്. തിക്ക് എന്നതിന്റെ ഓപ്പോസിറ്റ് തിൻ എന്നാണ്. നമ്പർ 24. ചോദ്യം കുറച്ച് കടുപ്പമാണ്. ബ്രേവ് എന്നതിന്റെ ഓപ്പോസിറ്റ് അറിയാമോ? മികച്ച ഊഹം. ബ്രേവ് എന്നതിന്റെ ഓപ്പോസിറ്റ് സ്കേർഡ് എന്നാണ്. നമ്പർ 25. അവസാനത്തോടടുത്തു. വിസ്പർ എന്നതിന്റെ വിപരീത പദം ഗസ് ചെയ്യൂ. പൂർണ്ണമായും ശരിയാണ്. വിസ്പർ എന്നതിന്റെ ഓപ്പോസിറ്റ് ഷൗട്ട് എന്നാണ്. നമ്പർ 26. ഈ ജോഡി ഒന്ന് നോക്കൂ. ക്രിയേറ്റ് എന്നതിന്റെ കൃത്യമായ ഓപ്പോസിറ്റ് ഏതാണ്? നിങ്ങളത് ശരിയാക്കി. ക്രിയേറ്റ് എന്നതിന്റെ ഓപ്പോസിറ്റ് ഡിസ്ട്രോയ് എന്നാണ്. നമ്പർ 27. നല്ലതുപോലെ ചിന്തിക്കൂ. ബോറോ എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അത് തന്നെ. ബോറോ എന്നതിന്റെ ഓപ്പോസിറ്റ് ലെൻഡ് എന്നാണ്. നമ്പർ 28. സമയം തീരുന്നു. ലിക്വിഡ് എന്നതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? വളരെ മികച്ച ഉത്തരം. ലിക്വിഡ് എന്നതിന്റെ ഓപ്പോസിറ്റ് സോളിഡ് എന്നാണ്. നമ്പർ 29. അവസാനത്തിന് തൊട്ട് മുൻപുള്ള ചോദ്യം. വിക്ടറി എന്നതിന്റെ ഓപ്പോസിറ്റ് പറയൂ. ഫാന്റാസ്റ്റിക്. ആൻസർ ഡിഫീറ്റ് എന്നാണ്. നമ്പർ 30. ദാ അവസാനത്തെ ചലഞ്ച്. ഗിൽറ്റി എന്നതിന്റെ ഓപ്പോസിറ്റ് കണ്ടെത്തി കളി ഫിനിഷ് ചെയ്യൂ. എന്തൊരു മനോഹരമായ ഫിനിഷ്. ഗിൽറ്റി എന്നതിന്റെ ഓപ്പോസിറ്റ് ഇന്നസെന്റ് എന്നാണ്. കളി തകർത്തു. എത്ര ഓപ്പോസിറ്റ് ജോഡികൾ നിങ്ങൾ ശരിയാക്കി? നിങ്ങളുടെ ഫൈനൽ സ്കോർ താഴെ കമന്റ് ചെയ്യൂ. ലൈക്ക് ചെയ്യാനും കാൻഡിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.